ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു ചട്നി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. മധുരവും എരിവും എല്ലാം കൂടിയ ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ ജാഗ്രി പൗഡറും 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ഒരു 15 ചെറിയുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളി, അത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് വറുത്തെടുക്കണം. 10 വറ്റൽമുളകാണ് ഞാൻ എടുത്തത്. അത് പിരിയൻ മുളകാണ്, അതെടുക്കാം. ഏതാണോ കയ്യിലുള്ളത് അതിനനുസരിച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. കരിഞ്ഞൊന്നും പോകരുത്. നന്നായിട്ട് ഒരു മൊരിഞ്ഞ പരുവത്തിന് നമുക്ക് കോരിയെടുക്കാം. ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. സ്ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ നന്നായിട്ട് വീർത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇത് മന്തിൻ്റെ കൂടെയൊക്കെ വൈറ്റ് ഹൗസിലൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ചട്നിയാണിത്. വയനാട്ടിൽ പോയവരൊക്കെ മന്തി കഴിച്ചിട്ടുണ്ടാവും വൈറ്റ് ഹൗസിൽ നിന്ന്. ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എൻ്റേത് നല്ല ചെറിയുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടില്ല. വലിയ ചെറിയുള്ളിയാണെങ്കിൽ 1-2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ കളറ് മാറി വരും. ആ കളറ് മാറി വരുന്ന സമയത്ത് അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി വന്ന എണ്ണ അവിടെ തന്നെ വെക്കുക. നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ്. രണ്ടും ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മുളകും പുളിയും ചേർത്ത് കൊടുക്കാം. വഴറ്റി വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ ജാഗ്രി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇല്ലെങ്കിൽ ചീകിയിട്ട് ചേർത്താലും മതി. പുളി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഞാനതിന് ഉരുട്ടി വെച്ചതായിരുന്നു. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ സോൾട്ട് ചേർത്താൽ മതി. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഓയിൽ മാറ്റി വെച്ചല്ലോ, ആ ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. മുളകിന് കുത്തലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. സാദാ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. മന്തിൻ്റെ കൂടെയാണ് കൂടുതലായിട്ട് നമ്മൾ സെർവ് ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.